കൂട്ടുകാർക്കും ഈ കുട്ടി പട്ടാളത്തിലേക്ക് സ്വാഗതം. പ്രേക്ഷകരായി കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുക്കുവാൻ കടന്നു വന്നിട്ടുള്ള 4 കൂട്ടുകാരാണ്. അവരുടെ പേര് നമുക്ക് ചോദിച്ചറിയാം. ഒന്നാമതായി ഇരിക്കുന്ന മോന്റെ പേരെന്താണ്? പറ മോനെ, മോന്റെ പേരെന്താ? അയ്യോ നിർത്ത് നിർത്ത്, ഞാൻ പേരല്ലേ ചോദിച്ചോളൂ. ആന്റി ഇനിയും വരാൻ ചോദിക്കാൻ. എന്തിനു ചേർക്കണ? Johnny Money, Johnny, you are my London Johnny. Johnny Money, Johnny, why you won't blend to money? Up, 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 and up, up, in the New York life, and up, up. We are New York boys, up, up, sorry, up, up. Stop it. Yawa. അടുത്തതാരാ? ഞാൻ ജോണി മോന്റെ നെയ്ബറാ. എന്റെ പേര് ജോണി മോൻ അല്ല, ഞാൻ പറയൂല. അതെന്താ ജോണി മോൻ മോളുടെ പേര് പറയുന്നത്? മോളല്ലയോ മോളുടെ പേര് പറയേണ്ടത്? അല്ല, ജോണി മോന് മണിക്കുട്ടിയോട് ഇഷ്ടമാണ്. ഒരു ദിവസം ജോണി മോൻ പറഞ്ഞു, ജോണി മോന്റെ ഡാഡി എന്റെ മമ്മിയോട് പറഞ്ഞു, ഐ ലവ് യു. ആര് പറഞ്ഞു ഞാൻ കണ്ടത് രാധനമാണെന്നാര് പറഞ്ഞു? ജോണി മോൻ എന്നോടും പറഞ്ഞു, ഐ ലവ് യു. മതി മതി. ഷോ, ഈ പിള്ളേരുടെ ഒരു കാര്യം. ആന്റി ഷോ കഴിഞ്ഞിട്ട് മണിക്കുട്ടിയുടെ അടുത്ത് വരാം. അപ്പോൾ എല്ലാം പറയണം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിസിപ്പന്റ് മണിക്കുട്ടിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടിയോടുകൂടി. ചേച്ചി ചേച്ചി, എന്റെ പപ്പ ചോദിച്ചു ചേച്ചിക്ക് വാട്സാപ്പ് ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ വാട്സാപ്പ് കൊണ്ടു ചെല്ലണം എന്ന് പപ്പ പറഞ്ഞു. സരിത ആന്റിയോട് 6 ക്ലിപ്പ് ഉണ്ടെന്ന് ജോണി മോന്റെ ഡാഡിയോടും പിന്നെ അബ്യാങ്കളിനോടും പറയുന്നത് കേട്ടു. Yawa. ഒരു ശരാശരി മലയാളിയുടെ ഹൃദയം വാട്സാപ്പ് പോലെയാണ്. എന്റെ കൊച്ചെ മിണ്ടാതിരിക്കേ. ഷോ കഴിയുമ്പോ ചേച്ചി എല്ലാവർക്കും നമ്പർ കൊടുത്തിട്ടേ പോകും. എബി അങ്കിളുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്. വാട്സാപ്പിൽ പുലിയാണ്. എബി ചേട്ടായുടെ ഓരോ സ്പന്ദനവും വാട്സാപ്പിലാണ്. ഓക്കെ, ഐ ലവ് ഹിം. അടുത്തതായി ആരാണെന്ന് നമുക്ക് നോക്കാം. എന്താ മോന്റെ പേര്? My name is Livin Mon, but ഹൗസിൽ വിളിക്കുന്നത് സുധീർ എന്നാണ്. പറ മോന്റെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? എന്താ നിന്റെ അപ്പന്റെയും അമ്മയുടെയും പേര്? Hey, don't call Appan and Amma because you know my mummy പറഞ്ഞിട്ടുണ്ട് പപ്പ ആൻഡ് മമ്മി എന്ന് വിളിക്കാവൂ എന്ന്. നാട്ടിൽ ചെന്നാൽ ഇംഗ്ലീഷ് മാത്രമേ പറയാവൂ എന്ന്. അതുകൊണ്ട് ഞാൻ മലയാളം ക്ലാസ്സിൽ വരാത്തത്. അതെന്താ പോയാല്? ഞാൻ മലയാളം പഠിക്കാൻ പോയാല്? വിടമാട്ടെ വിടമാട്ടെ. ആയോഗ്യനായേ, നീ എന്നെ മലയാളം പഠിക്കാൻ വിടമാട്ടെ. സോറി മോൻ പറയാ. മമ്മി എന്താ മലയാളം പഠിക്കാൻ വിടാത്തത്? മമ്മി പറയുന്നത് നമ്മൾക്ക് ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടി. നമ്മൾ മലയാളികൾ അല്ല, ബ്രിട്ടീഷുകാർ ആണ്. അതുകൊണ്ട് മലയാളം ഡേർട്ടി ലാംഗ്വേജ് ആണ്. ഓൾ മലയാളീസ് ഡേർട്ടി ഫെലോസ് ആണെന്ന്. അല്ല, മോനെ ആരാ കൊണ്ടുവന്നേ? ഡാഡിയാണ്. ഡാഡി കൊണ്ടു വെച്ചിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ കാർ പാർക്കിൽ പോയി. അതെന്താ അവിടെ പോയത്? I don't know because mommy told that fellows are dirty fellows. അയ്യോ മോനെ, പെയ്യെ പറ. തോമസ് ജോൺ സാർ കേട്ടാൽ പോലീസിനെ വിളിക്കും. ഓക്കെ, മോന്റെ ഡേർട്ടി ഫെലോ മമ്മി എന്തിയേ? മമ്മി ഏജന്റ്
എമർജൻസി ഡ്യൂട്ടിക്ക് പോയതാ. ആരുടെ കൂടെയാ പോയത് എന്നറിയാമോ? പപ്പായ്ക്ക് അറിയില്ല, ബട്ട് എനിക്കറിയാം. നൈറ്റിലേ വരൂ. അയ്യേ, ഡേർട്ടി ഫെലോസ്. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. എന്താ മോളുടെ പേര്? എന്റെ പേര് മിനിമോൾ. നല്ല കുട്ടി. ആന്റിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പേരാണ് മിനിമോൾ. ഹായ് ഹായ്, ആന്റിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്റെ പേര്. ആന്റി, ഞാൻ എല്ലാ സൺഡേയും ചർച്ചിൽ പോകും. ബട്ട് അങ്കിൾമാരെ വറക്ക, ആന്റിമാരെ സെയിമാ. അയ്യോ മിനിമോളെ, അതൊന്നും ഇവിടെ പറയണ്ട, കാരണം പിന്നെ പ്രശ്നമാകും. നോ ആന്റി, എല്ലാവർക്കും അറിയാം എല്ലായിടത്തും അടിയാണെന്ന്. ആന്റി, പിന്നെ ഒരു കാര്യം, ഇനിയും മിനിമോളും ചേച്ചിയും പിന്നെ എന്റെ ബ്രദറും ഞങ്ങൾ ഒറ്റയ്ക്കാവാൻ പോകുക. അതെന്താ മിനിമോളെ? അപ്പയും മമ്മിയും എവറി ടൈം ഫൈറ്റിംഗ് ആണ്. അതെന്തിനാ? പപ്പയും മമ്മിയും ഡൈവേഴ്സ് ആക്കാൻ പോകുക. ബട്ട് ഞങ്ങൾക്ക് അപ്പയും അമ്മയും വേണം. തമ്പിയങ്ക ബിസി ആയതുകൊണ്ട്, അല്ലെങ്കിൽ തമ്പിയങ്ക സോൾവ് ചെയ്യാൻ എന്നെ പറഞ്ഞിട്ടുണ്ട്. മിനിമോളെ, ഒന്നും സംഭവിക്കില്ല, എല്ലാം ശരിയാകും. യു ഡോണ്ട് വറി. അതിൽ നിങ്ങൾ കുട്ടികൾ നല്ലവണ്ണം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പിന്നെ എല്ലാം തമ്പിയങ്ങളുടെ കയ്യിൽ. തമ്പിയങ്ങൾ ബിസി ആണെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ഡൊമിനിക്കോ സോളിസിറ്ററിന്റെ അടുക്കലും പോയി നോക്കാം. നമുക്കൊരു പാട്ട് പാടാം. കൂട്ടുകാരെല്ലാവരും കൂടി ഒരു പാട്ട്. എല്ലാവരും പാടണം കേട്ടോ. നമുക്ക് തുടങ്ങാം. സുതിമോനിങ്ങ വന്നേ, നമുക്കൊരു പാട്ട് പാടണ്ടേ? മുയിലറ്റിന്റെ പാട്ട്. കുട്ടികളെ, സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ ഈ മുത്തച്ഛന്റെ ബാല്യകാലം? നിങ്ങൾ പറയുന്നു ഒന്നുമില്ലായിരുന്ന ലോകം. വിദ്യാഭ്യാസവും വിവേകവും വിചാരങ്ങളും വിനയവും ബഹുമാനവും സന്തോഷവും നിറഞ്ഞ ലോകം. അന്ന് പരസ്പരം സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ. അവിടെ വഴക്കില്ലായിരുന്നു. വായനാശീലമുള്ള കുട്ടികൾ. ലോകമെമ്പാടും അങ്ങനെയായിരുന്നു. അന്ന് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മഹാബലി. അദ്ദേഹം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയണ്ടേ? ദാ കണ്ടോളൂ, മഹാബലി തമ്പുരാൻ എഴുന്നള്ളുന്നു.
ലിവർപൂളിലെ പ്രവാസികളായ നല്ലവരായ എന്റെ പ്രജകളെ കാണുവാൻ നാം ഈ വർഷവും കടന്നു വന്നിരിക്കുന്നു. വളരെ സ്വാദിഷ്ടമായ ഓണസദ്യ കഴിച്ച് നാം വളരെ സമൃദ്ധനാണ്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രജകളെ കാണുവാൻ പോകേണ്ടതുകൊണ്ട് നാം വളരെ തിരക്കിലാണ്. എന്നാൽ നാം വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. നിങ്ങളുടെ ആതിഥേയത്വം സ്വീകരിച്ച നാം വളരെ സന്തോഷമാണ്. ലിംഗയുടെ എല്ലാ പ്രവർത്തകരോടും നാം നന്ദി പറയുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ജഗദീശ്വരൻ എല്ലാ ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും നൽകട്ടെ എന്ന് ആശംസിക്കുകയും ആശീർവദിക്കുകയും ചെയ്യും. അടുത്ത വർഷം വീണ്ടും നിങ്ങളെ കാണാമെന്ന് വാക്ക് നാം നിങ്ങൾക്ക്